ഗൈസ്, വെൽക്കം ബാക്ക് ടു എപ്പിസോഡ്. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് അറിയാം? ആയുർവേദ മന അല്ലേ? ആയുർവേദ മനയിലാണ്. നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമ്മച്ചിക്ക് തെറാപ്പി ആയിട്ട് നമ്മൾ വന്നതാണ്. ഇമ്മച്ചിക്ക് എന്നും പരാതിയാണ്, ബാക്ക് പെയിൻ, നെക്ക് പെയിൻ, അങ്ങനെ കുറേ പരാതികളാണ്. സോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ഇതാണ് നമ്മളെ ട്രീറ്റ്മെൻറ്റ് പ്ലേസ്. കണ്ടോ, സിറ്റി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആയുർവേദ ക്ലിനിക്ക് കാണുന്നത്. ഫുൾ ഒരു എസ്തെറ്റിക് വൈബുള്ള സ്ഥലം. എങ്ങനെയുണ്ട് ഇമ്മച്ചേ? നന്നായിട്ടുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളും നല്ലതാണ് ഇവിടെ കാണും ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. ഇതാണ് ഉമ്മച്ചിന്റെ പഴയ കോലം. ഇനി ഉമ്മച്ചി നമ്മൾ ഫേഷ്യൽ ചെയ്തിട്ട് ഉമ്മച്ചിന്റെ മുഖം എങ്ങനെയുണ്ടെന്ന് കാണാം. ഉമ്മച്ചി അങ്ങനെ ഓൾമോസ്റ്റ് പകുതി വരെ പ്രൊസീജിയർ ആയിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് ഒക്കെ പകുതി വരെ ആയിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ള എക്യുപ്മെന്റ്സ് ചെറുതായിട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതൊക്കെയായിരുന്നു അവർ ഉപയോഗിച്ച സാധനങ്ങൾ. ഇതെന്തോ പാലാണ്. ഇതെന്തായിരുന്നു? സ്ക്രബ്. ഇതൊക്കെ പിന്നെ വേറെ എന്തിനൊക്കെ ഉള്ളതാണ്. നമുക്ക് മിക്സിന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണാം. മുഖത്ത് പാക്ക് ഇടുന്നു. എന്ത് പാക്കാ? ഞങ്ങളുടെ ഫേസ് പാക്കാണ്. പെട്ടിന്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട് ഗായ്സ്. മെച്ചിനെ പെട്ടി മെച്ചി ഈ പെട്ടിയിൽ ഇരിക്കുകയാണോ? ഞാനിവിടെ ഒരു കസേരയുണ്ട്, ഇതിന്റെ ഉള്ളിൽ കസേരയുണ്ട്. ആ കസേരയിൽ ഇങ്ങനെ ഞാൻ സുഖമായിട്ടിരുന്ന് കയ്യിലും പിന്നെ കാലിലും ഒക്കെ ഞാൻ ഓയിലും സ്ക്രബും പാലും ഒക്കെ ആയിട്ട് ഇവരെന്നെ മൊത്തത്തില് മൊത്തത്തിൽ എന്റെ മേലെ പാലും ഓയിലും സ്ക്രബും ആണ്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ അകത്തോട്ട് സ്റ്റീം കയറുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക എന്താണ് എനിക്ക് പറയാൻ പറ്റില്ല. ആവിയുണ്ടോ? ആവി വന്ന് പണ്ടൊക്കെ നെല്ല് പുഴുങ്ങിയിരുന്നു. ഇപ്പൊന്നും നെല്ലൊന്നും ആരും പുഴുങ്ങിയുന്നില്ല. പണ്ടൊക്കെ എന്റെ വീട്ടിലെ നെല്ല് പുഴുങ്ങിയിരുന്നു. ഇപ്പൊ പിന്നെ നെല്ലൊന്നും പുഴുങ്ങാനൊന്നും ഇല്ല. പുഴുങ്ങിയാലോ? എന്നെ പുഴുങ്ങി ഇങ്ങനെയാണ് നെല്ല് ചെമ്പിൽ കിടന്നായിരുന്നുള്ളത് ഞാൻ ഇപ്പൊ മനസ്സിലാക്കി. പക്ഷെ ഈ പെട്ടി കൊള്ളാം. പിന്നെ എനിക്ക് ഈ അറ്റ്മോസ്ഫിയർ ഇഷ്ടമായി. കണ്ടോ, മസാജിന്റെ ചിത്രം, അമ്മിയും കുട്ടിയും. പിന്നെ അതെന്തോ ആണെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഇവിടെ കാലിന്റെ ഇതേപോലെ ഇവിടുത്തെ ചേച്ചി മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? ചേച്ചിന്റെ പേരെന്തായിരുന്നു? അല്ല, സിസ്റ്ററിന്റെ പേരെന്തായിരുന്നു? ശ്വേത. ഇങ്ങനെ മസാജ് ചെയ്തു. പിന്നെ ഇങ്ങനെ ഇരുത്തിയിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഇരുത്തി വെച്ചിരുതാ ഇപ്പൊ പെട്ടിന്റെ ഉള്ളില്. പിന്നെ ശ്വേത നിന്നെക്കാളും ചെറുതാണ് കേട്ടോ. കാണാൻ ഞാനാണ് ചെറുത്. ശ്വേതനെ ഞാനിപ്പോ, എനിക്ക് ശ്വേത പറഞ്ഞ ഫ്രണ്ട് ഉണ്ടായിരുന്നു, മൈ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ ഞാൻ ശ്വേതന്റെ വീഡിയോ കാണിക്കുന്നില്ല. ശ്വേത നല്ല ഭംഗിയുള്ള കൊച്ചാണ്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല ശ്വേതനതില്. സോ ഞാനിവിടുന്ന് അടുത്ത സെക്ഷൻ, എന്റെ അടുത്തൊരു സെക്ഷൻ ഉണ്ട്. സോ ഞാൻ അതിന് പോയിട്ട് വരാം ഗൈസ്. ബൈ. പുഴുങ്ങി എടുത്തിട്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. എന്തായാലും ഇമ്മച്ചൊരു സെക്ഷൻ ചെയ്യല്ലേ, ഞാനൊന്ന് ചെയ്തേക്കാം അല്ലേ? സോ എനിക്ക് അലർജി ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്തു നോക്കാം. എങ്ങനെ ഉണ്ടാവും നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്ക് പിന്നെ അടുത്ത സെക്ഷൻ എടുക്കാമല്ലോ. നമുക്ക് ചെയ്തു നോക്കാം അല്ലേ? ഇന്ന് എന്നെ മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത് പ്രിൻസി ചേച്ചിയാണ്. ഇതാണ് പ്രിൻസി ചേച്ചി. ചേച്ചിയാണ് എനിക്കിന്ന് എൻ്റെ അലർജിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തരുന്നത്. സോ ഞാനിപ്പോൾ ഈ ബെഡിൽ, ഇതെന്തോ ബെഡാണോ? ഇതിൻ്റെ പേരെന്താ ചേച്ചി? പാത്തി. ആ പാത്തിയിൽ ഞാൻ കിടക്കാൻ പോവുകയാണ് ഗൈസ്. ഇവിടെ കണ്ടോ, ഇതാണ് എന്റെ റൂം. ഉമ്മച്ചിന്റെ റൂമിനെ കാട്ടി ഭംഗി എന്റെ റൂമാണ്. നല്ല സുഖം കിടക്കാൻ. ഡ്യൂട്ടിൻ്റെ ഇടയ്ക്ക് ഒരു റിലീഫായിപ്പോ. ഇവിടെ നല്ലൊരു മണം ഉണ്ടല്ലോ ചേച്ചി. അത് എന്തിന്റെ മണം? ഓയിലാണ്. നല്ല മണം, കൊള്ളാം. പറ്റും. പിന്നെ പോസ്റ്റ് നേസൽ ഡ്രിപ്പും വരും. അതിപ്പോൾ ആ പുറേന്ന് ഇറങ്ങുന്നുണ്ടാവും. വലിച്ചെടുത്ത് നമുക്ക് കാർക്കിച്ച് തുപ്പിയാൽ
നസ്യം എന്ന് പറയുമ്പോ heavy. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നല്ലൊരു ബാത്തും? എക്സ്പീരിയൻസ് ആയിരുന്നു. ബാത്ത് ഞാൻ എപ്പോഴും കുളിക്കുമ്പോൾ ഗൈസ് അപ്പോഴേക്കും നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എല്ലാത്തും ഞാൻ ടാറ്റ ഒക്കെ പറഞ്ഞിറങ്ങി. പക്ഷെ ആ സമയത്ത് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഫുഡൊക്കെ കയറിയിട്ടുണ്ട്. അയമിച്ചതേൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫുഡ് എന്താ പറയാ, എനിക്കറിയില്ല എന്താ പറയാന്നുള്ളത്. മൈക്കൊക്കെ ബാഗിലാണ്, മൈക്ക് എടുക്കാൻ വയ്യ എനിക്കിപ്പോൾ. അമ്മച്ചി മീൽസ് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും പറയണം. ഞാൻ വെയിറ്റിംഗ് ആണ്, ഞാൻ മെനു നോക്കിക്കൊണ്ട് ഇരിക്കുന്നേ ഉള്ളൂ. സോ ഒന്ന് ഓർഡർ ചെയ്യട്ടെ. മനസ്സിലായോ? ഫുഡ് ഇങ്ങനെ കഴിച്ചു. ബിരിയാണി എത്തി. അമ്മച്ചിന്റെ മീൽസ് അവിടെ കഴിയാനായിട്ടുണ്ട്. ചോറ് എങ്ങനെയാ പറഞ്ഞുതരാം. ഇത് അമ്മ എന്നുകൊണ്ട് നാട്ടിലത്തെ ബിരിയാണി ടേസ്റ്റ് ഒന്നുമില്ല. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്നു.